അസ്സലാമു അലൈക്കും. ഇന്ന് പറയാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമായ യാ ലത്തീഫ് യാ അല്ലാ ദിവസവും ചൊല്ലിയാൽ കിട്ടുന്ന 12 നേട്ടങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. യാ ലത്തീഫ് യാ അല്ലാ എന്ന പേരിൻ്റെ അർത്ഥം മയം ചെയ്യുന്നവൻ, ദയ കാണിക്കുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ. ഈ ദിക്ർ 129 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലിയാലുണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. 1. നമ്മളെ കാണുമ്പോൾ ശത്രുക്കൾ ഭയപ്പെടും. 2. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും. 3. സാമ്പത്തിക ഐശ്വര്യം ലഭിക്കും. 4. കടങ്ങൾ വീടും. 5. ഏതെങ്കിലും ജീവികളോ മനുഷ്യരോ പേടിയുണ്ടെങ്കിൽ അവരിൽ നിന്നും മനോധൈര്യം വർദ്ധിക്കും. 6. ടെൻഷൻ സ്ട്രെസ് ഇല്ലാതാകും. 7. യാത്ര സുരക്ഷിതമാകും. 8. ഉദ്യോഗസ്ഥരുടെ അടുത്തു നിന്നും സ്വീകാര്യത ലഭിക്കും. 9. ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടും. 10. ശരീരവേദന ഇല്ലാതാകും. ആരോഗ്യം വർദ്ധിക്കും. യുവത്വം നിലനിർത്തും. 11. സ്വഭാവം നന്നാവും. 12. നമ്മുടെ എല്ലാ നുറുക്കുകളും ഇല്ലാതാകുന്നു. ശരീരത്തിലും മനസ്സിലും സമ്പത്തിലും ഉള്ള എല്ലാ നുറുക്കുകളും മാറി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്നു. എത്രയൊക്കെ പ്രതിഫലമാണല്ലേ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്നത്. എല്ലാവരും 129 തവണ ചൊല്ലാൻ മറക്കല്ലേ. ഇത് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും സുബഹി നിസ്കാര ശേഷം യാ ലത്തീഫ് യാ അല്ലാ 129 തവണ പതിവാക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.